ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനാണ് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ബിഗ് ടെക് കൂട്ടുകെട്ട് ശ്രമിക്കുന്നത്. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് നൽകുന്ന അജണ്ടകളാണ് മുഹമ്മദ് യൂനുസ് ഇന്ത്യക്കെതിരെ നടപ്പാക്കുന്നതെന്നും പറയപ്പെടുന്നു. ഹിന്ദു സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുന്നതും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതും മോദിക്കും ഇന്ത്യയിലെ സർക്കാരിനുമെതിരെ മുഹമ്മദ് യൂനുസിനെ കൊണ്ട് പ്രസ്താവന നടത്തുന്നതും ഈ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ്. എല്ലാവരും ഈ ഭരണ അട്ടിമറി ശ്രമങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കണമെന്ന് റിപ്പബ്ലിക് ചാനലിന്റെ എഡിറ്റർ അർണബ് ഗോസ്വാമി ഉൾപ്പെടെയുള്ളവർ താക്കീത് നൽകുകയും ചെയ്യുന്നു. ബംഗ്ലാദേശിൽ ദേശീയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തുന്ന ഷെയ്ഖ് ഹസീനയെ ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിൽ നിന്നും തൂത്തെറിഞ്ഞ് ഡീപ് സ്റ്റേറ്റ് ആണ്. പെടുന്നനെ ഒരു ദിവസം അവിടെ സൈനിക അട്ടിമറി നടക്കുന്നു. ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. രാഷ്ട്രീയത്തിൽ എവിടെയും ഇല്ലാതിരുന്ന മുഹമ്മദ് യൂനുസിനെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ നേതാവായി നിയമിക്കുന്നു. ഇതെല്ലാം കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചതും പിന്നീട് മോദിയുടെ നിത്യ തലവേദനയാക്കി മാറ്റാനും ഉള്ള തന്ത്രം US ഡീപ് സ്റ്റേറ്റിൻ്റെതാണെന്ന് പറയുന്ന മോദി ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശിച്ചിട്ടും US UK എന്നിവർ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയില്ലെന്നതും ഇതേ ഡീപ് സ്റ്റേറ്റിന്റെ തന്ത്ര പദ്ധതിയായിരുന്നു. ഷെയ്ഖ് ഹസീനയെ വിചാരണയ്ക്കായി വിട്ടുതരണമെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ മുഹമ്മദ് യൂനുസിനെ കൊണ്ട് നടത്തിയതും ഇതിന്റെ ഭാഗമായി തന്നെയാണ്. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് പ്രതിനിധികളും ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസും തമ്മിൽ 2007 മുതൽ ഈ ചെങ്ങാത്തമുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 16 വർഷങ്ങളായി ഈ അമേരിക്കൻ ഗ്രൂപ്പുകൾ മുഹമ്മദ് യൂനുസിന്റെ തന്റെ അജണ്ടകൾ നിറവേറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്ക് ചെറിയ സാമ്പത്തിക സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ സൃഷ്ടിച്ച ബംഗ്ലാദേശിലെ ഗ്രാമീൺ ബാങ്കിന് അമേരിക്ക ധാരാളം സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഇതിന്റെ തൽപ്പത്തായിരുന്നു ആദ്യം മുഹമ്മദ് യൂനുസ് ഉണ്ടായിരുന്നത്. പിന്നീട് മുഹമ്മദ് യൂനുസിലെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിട്ടതും അമേരിക്ക തന്നെയാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ അടുത്ത പ്രത്യേക താല്പര്യങ്ങളോട് കൂടിയ ഒരു ഗ്രൂപ്പാണ്. ആ രാജ്യത്തെ ഭരണം അട്ടിമറിച്ച് സ്വന്തം താല്പര്യമുള്ളവരുടെ ഭരണം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ്. ജോർജ് സോറസ് എന്ന ശതകോടീശ്വരനും അദ്ദേഹം ഫണ്ട് നൽകുന്ന NGOകളും ഇതേ ഡീപ് സ്റ്റേറ്റ് അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ അദാനിക്കെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ടും OCCRP എന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയുടെ റിപ്പോർട്ടും US അറ്റോർണിയുടെ അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചാർത്തുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്ത നടപടിയുമെല്ലാം ഇത് ഡീപ് സ്റ്റേറ്റ് അജണ്ടയുടെ ഭാഗമാണെന്ന് അദാനിയെയും മോദിയെയും യോഗിയെയും വീഴ്ത്തുന്നതിലൂടെ ഇന്ത്യയുടെ ഭരണം അട്ടിമറിക്കുകയുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിച്ച ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി ഗ്രൂപ്പിന്റെ തലവന്മാരായ 2 പേരുമായി മുഹമ്മദ് യൂനുസ് ഈയിടെ അമേരിക്കയിൽ പോയിരുന്നു. അവിടെ അദ്ദേഹത്തെ കാത്ത് ബിൽ ക്ലിന്റൺ, ഹിലരി ക്ലിന്റൺ, ബറാക് ഒബാമ എന്നിവർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി വിഭാഗം സമര നേതാക്കൾ നല്ല കോട്ടും ടൈയും കെട്ടിയാണ് വേദിയിൽ കയറിയത്. അവിടെ അവരെ പ്രകീർത്തിക്കാൻ ബറാക് ഒബാമ വരെ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ഒന്നടങ്കം മോദിക്കെതിരെ തിരിഞ്ഞു. ഇന്ത്യൻ അമേരിക്കൻ എംബസി പോലും ഇതേ തുടർന്ന് മോദിക്കെതിരെ ആക്റ്റീവായി പ്രവർത്തിച്ചതായി പറയപ്പെടുന്നു. അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കശ്മീരിൽ ഒമർ അബ്ദുള്ളയെയും ഫറൂഖ് അബ്ദുള്ളയെയും അവർ കണ്ടു. അസദുദ്ദീൻ വൈസിയെയും കണ്ടു. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് അമേരിക്കൻ എംബസി പ്രത്യേകം വിളിച്ച് പരിശീലനം നൽകിയിരുന്നു. ഓമന പേരിട്ട് നടത്തിയ ഈ കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ ലക്ഷ്യം ഭാവിയിൽ ഇവരെ മോദി സർക്കാരിനെ അട്ടിമറിക്കുന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുക എന്നതായിരുന്നു. നല്ല ജേർണലിസത്തിനും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ജേർണലിസ്റ്റുകൾക്കും ഡീപ് സ്റ്റേറ്റ് ധനസഹായം നൽകി ഡീപ് സ്റ്റേറ്റ് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സാഹചര്യം ഒരുക്കുകയാണ്. ഡീപ് സ്റ്റേറ്റ് നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരെ അവരുടെ പ്രതിനിധികളെ സ്വപ്നം കണ്ടിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ പിൻവലിച്ചു. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ് അവരുടെ പ്രതിനിധി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഉടമ മാർക്ക് സുക്കർബർഗ് ഉൾപ്പെടെയുള്ള സ്വാധീനമുള്ള പലരും ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധികളാണ്. ഹിലറി ക്ലിന്റൺ, ബിൽ ക്ലിന്റൺ, ബറാക് ഒബാമ എന്നിവരെല്ലാം ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധികളാണ്. ബംഗ്ലാദേശിനെ പോലെയല്ല ഇന്ത്യ ഒരു ശക്തമായ രാജ്യമാണ്, വലിയ രാജ്യമാണ്. അതിനാൽ അട്ടിമറി നടക്കാൻ ഏറെ സമയമെടുക്കുമെന്നും അവർ പറയുന്നു. ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭരണാധികാരിയെ അട്ടിമറിക്കുക എന്നത് ഒരു ദിവസത്തെയോ മാസത്തെയോ ഒരു വർഷത്തെയോ പദ്ധതിയല്ല. നിരവധി വർഷങ്ങൾ നീളുന്ന അജണ്ടകൾ മാറ്റി മാറ്റി പ്രയോഗിച്ച് നേടിയെടുക്കേണ്ട ലക്ഷ്യമാണ്. സിറിയയിലെ ബഷാർ അൽ അസാദിനെതിരെ എത്രയോ വർഷങ്ങളായി നടത്തിയ ഡീപ് സ്റ്റേറ്റിന്റെ പോരാട്ടം വിജയത്തിലെത്തിയത് ഈയിടെ മാത്രമായിരുന്നു.